ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാം. ദൈവത്തിന് മാത്രമേ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു വരുവാനായിട്ട് കഴിയും. യശയാപ്രവചനം 30:20 പറയുന്നു, കക്ഷടൊപ്പം രസത്തിൻ്റെ ജലം നിന്നാലും നിൻ്റെ ഗുരു നിന്നെ മറിഞ്ഞിരിക്കലും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നെങ്കിൽ പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോകുക. ആ ശബ്ദം കേട്ട് നീ യാത്ര ചെയ്യണം. ആ ശബ്ദം കേട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ വഴി അടച്ചു കളയുവാൻ കഴിയത്തില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല. രക്ഷ നിനക്ക് പ്രാപിക്കുന്ന രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ഞാൻ നിന്നെ തൃപ്തനാക്കും. കർത്താവായ യേശു വിളിച്ച് നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മറ്റൊരു രക്ഷയിലെ രക്ഷിക്കപ്പെടുന്ന ആകാശത്തെങ്കിൽ പറയപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണ്. ആ യേശുവിൽ നീ ആശ്രയിക്കണം. യേശുവുമായിട്ട് ചേർന്ന് നിൽക്കണം. യേശുവിൻ്റെ ബന്ധത്തിൽ വരണം. യേശുവിൽ നീ ആശ്രയിച്ചാൽ നിൻ്റെ ജീവിതം പൂർണ്ണമാകും, നിൻ്റെ കുടുംബം പൂർണ്ണമാകും, നീ ചിക്കുന്നടം പൂർണ്ണമാകും, നീ ജോലി ചെയ്യുന്ന സ്ഥലവും അനുഗ്രഹിക്കപ്പെടും.